ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 12 ചൊവ്വാഴ്ച. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കോടതി മേൽനോട്ടത്തിലുള്ള സമിതി രൂപീകരിച്ച് കാർഷിക നിയമങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതുവരെ മരവിപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അല്ലാത്ത പക്ഷം കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന് സുപ്രീംകോടതി രൂക്ഷമായ ഭാഷയിൽ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇന്നലെ വൈകിട്ടോടെയാണ് കേന്ദ്രം പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത്. നിയമങ്ങൾ കൊണ്ടുവന്നത് കൂടിയാലോചനയ്ക്ക് ശേഷമാണെന്നും ഭൂരിപക്ഷം കർഷകരും നിയമങ്ങളെ അനുകൂലിക്കുന്നുവെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നു. കർഷകരുടെ സമരം ശക്തമായി തുടരുമ്പോഴും കാർഷിക നിയമത്തിൽ കടുംപിടുത്തം തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത പ്രതിഷേധത്തിന് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. ഇതിനായുള്ള തയ്യാറെടുപ്പുകളും കൂടിയാലോചനകളും പ്രതിപക്ഷം ആരംഭിച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. കർഷക സമരത്തിലെ സുപ്രീംകോടതി ഉത്തരവ്, കർഷക സംഘടനകളുടെ നിലപാട് എന്നിവ കൂടി പരിഗണിച്ചാകും പാർലമെന്റിലെ പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമുള്ള വാക്സിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായി സംവദിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്കും 50 വയസ്സിന് താഴെയുള്ള രോഗാവസ്ഥയിലുള്ളവർക്കും കുത്തിവയ്പ് നൽകും. അടുത്ത കുറച്ചു മാസങ്ങളിൽ 30 കോടി ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് വയ്ക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും മോദി പറഞ്ഞു. ആരോഗ്യപ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമായി നൽകുന്ന ഒന്നാംഘട്ട വാക്സിനേഷനിൽ രാഷ്ട്രീയക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. രാഷ്ട്രീയക്കാർ അവരുടെ അവസരത്തിനായി കാത്തുനിൽക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓക്സ്ഫോർഡ് വാക്സിൻ കോവിഷീൽഡിന് ഓർഡർ നൽകി കേന്ദ്ര സർക്കാർ. ഇന്നലെ വൈകിട്ടോടെ ഓർഡർ ലഭിച്ചതായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡോസിന് 200 രൂപയ്ക്കാവും വാക്സിൻ നൽകുക. ഇന്നു മുതൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാക്സിൻ അയച്ചു തുടങ്ങുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊറോണ വൈറസ് മഹാമാരി മൂലമുണ്ടായ അധിക ചെലവുകളും സാമ്പത്തിക ഞെരുക്കവും മറികടക്കാൻ കോവിഡ് സെസ് ഏർപ്പെടുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയാണ്. നികുതി സെസ് രൂപത്തിലാണോ അതോ സർചാർജിലാണോ പിരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകും. വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. എന്നാൽ CBI അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നും അന്വേഷണം അട്ടിമറിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും അവർ പ്രതികരിച്ചു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സിനിമാ തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന 10 മാസത്തെ വൈദ്യുത ഫിക്സഡ് ചാർജ് 50% കുറയ്ക്കും. ബാക്കി ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കും. 2020 മാർച്ച് 31-നുള്ളിൽ തിയേറ്ററുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട വസ്തുനികുതി മാസഗഡുക്കളായി അടയ്ക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കും. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റേതാണ് തീരുമാനം. വിജയ് ചിത്രം മാസ്റ്ററാണ് ആദ്യം തിയേറ്ററുകളിലെത്തുന്ന സിനിമ. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. എല്ലാ തർക്കവും അവസാനിച്ചു. സർക്കാരിന് നന്ദിയുണ്ടെന്നും ഫിലിം ചേംബർ പ്രതിനിധികൾ പറഞ്ഞു. സിനിമാ തിയേറ്ററുകളുടെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വിനോദ നികുതി ഒഴിവാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്ദി പ്രകടിപ്പിച്ച് സിനിമാ ലോകം. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എല്ലാവരും പ്രശംസയും നന്ദിയും അറിയിച്ചത്. മലയാള സിനിമയ്ക്ക് ഊർജ്ജം പകരുന്ന ഇളവുകൾ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങൾ എന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും കുറിച്ചത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ.
സംസ്ഥാനത്ത് ഇന്നലെ 35,281 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3,110 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,322 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,730 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 295 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 40 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,922 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 63,346 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 443, കോഴിക്കോട് 414, മലപ്പുറം 388, കോട്ടയം 321, കൊല്ലം 236, തിരുവനന്തപുരം 222, ആലപ്പുഴ 186, പാലക്കാട് 176, തൃശൂർ 168, കണ്ണൂർ 160, ഇടുക്കി 141, പത്തനംതിട്ട 131, വയനാട് 76, കാസർഗോഡ് 48. സംസ്ഥാനത്ത് ഇന്നലെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട് മാത്രം. ഇന്നലെ 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിലാകെ 440 ഹോട്ട്സ്പോട്ടുകൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്ര ഫെബ്രുവരി 1 തുടങ്ങും. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര 22 ദിവസം കൊണ്ട് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ചുറ്റി സഞ്ചരിക്കും. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള വിവിധ കക്ഷി നേതാക്കളും ജാഥയിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി ജി സുധാകരൻ സുന്നത്ത് നടത്തി മതം മാറുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് വീടുമാറുകയോ ചെയ്യണമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ഹിന്ദുമതം അനാകർഷകമാണെന്ന് പറഞ്ഞ സുധാകരന്റെ നടപടി ഭരണഘടനാ വിരുദ്ധവും ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും അവഹേളിക്കലും അവമതിക്കലുമാണെന്ന് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. കേന്ദ്രമന്ത്രി ശ്രീപാദ് നായിക്കിന്റെ വാഹനം കർണാടകയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. കേന്ദ്രമന്ത്രി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ വിജയ നായിക്കും സഹായി ദീപക്കും മരിച്ചു. കേന്ദ്ര സഹമന്ത്രി ശ്രീപാദ് നായിക് ഗോവയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇത്തവണ ബജറ്റ് പേപ്പറുകൾ അച്ചടിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതിനു പകരം സോഫ്റ്റ് കോപ്പികളാകും വിതരണം ചെയ്യുക. സാമ്പത്തിക സർവേയും അച്ചടിക്കില്ല. പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം സോഫ്റ്റ് കോപ്പികളാകും നൽകുക. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടി MLA സോംനാഥ് ഭാരതിയെ ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് നേരെ കരിമഷിയൊഴിക്കുകയും ചെയ്തു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും സർക്കാർ ആശുപത്രികൾക്കെതിരെയും അപകീർത്തികരമായ പരാമർശം ഉന്നയിച്ചെന്നും ഇരുവിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനുമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങളും പ്രലോഭിപ്പിക്കുന്ന സംഭാഷണങ്ങൾക്കും പകരമായി നിർണായക സൈനിക വിവരങ്ങൾ പങ്കുവച്ചതായി പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ രാജസ്ഥാൻ സ്വദേശി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ചാരക്കുറ്റം ചുമത്തി സത്യനാരായൺ പാലിവാൾ എന്ന രാജസ്ഥാൻ ജയ്സാൽമിർ സ്വദേശിയെ കഴിഞ്ഞ ആഴ്ചയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFയിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ 12,481 കോവിഡ് രോഗികൾ. മരണം 166. ഇതോടെ ആകെ മരണം 1,51,364 ഇതുവരെ 1,04,79,913 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 2.13 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2,438 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 306 പേർക്കും പശ്ചിമബംഗാളിൽ 612 പേർക്കും കർണാടകയിൽ 496 പേർക്കും ആന്ധ്രയിൽ 121 പേർക്കും തമിഴ്നാട്ടിൽ 682 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 5,37,991 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,83,651 പേർക്കും ബ്രസീലിൽ 25,822 പേർക്കും ഇംഗ്ലണ്ടിൽ 46,169 പേർക്കും സ്പെയിനിൽ 24,631 പേർക്കും റഷ്യയിൽ 23,315 പേർക്കും രോഗം ബാധിച്ചു. 8,777 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,692 പേരും ജർമ്മനിയിൽ 663 പേരും
ഇംഗ്ലണ്ടിൽ 529 പേരും മെക്സിക്കോയിൽ 502 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 9.12 കോടി കോവിഡ് രോഗികളും 19.51 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കമായി. ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപിന് പങ്കുണ്ടെന്ന ആരോപണം ഉൾപ്പെടുന്ന പ്രമേയം തിങ്കളാഴ്ച US ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. അക്രമത്തിന് തൊട്ടുമുൻപ് അനുയായികളുടെ റാലിയെ അഭിസംബോധന ചെയ്ത ട്രംപ് നിയമവിരുദ്ധ നടപടികൾക്ക് ആഹ്വാനം ചെയ്തതായി പ്രമേയത്തിൽ ആരോപിക്കുന്നു. ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ അക്രമത്തിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തി ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യയും അമേരിക്കൻ പ്രഥമ വനിതയുമായ മെലാനിയ ട്രംപ്. കലാപം നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ചയാണ് മെലാനിയ ആദ്യമായി മൌനം വെടിഞ്ഞ് ട്രംപ് അനുകൂലികളുടെ ക്യാപിറ്റോൾ ആക്രമണത്തെ അപലപിച്ചത്. ക്യാപിറ്റോളിൽ അതിക്രമിച്ചു കയറിയ ട്രംപ് അനുകൂലികൾ നാസി തുല്യരാണെന്ന് നടനും കാലിഫോർണിയ മുൻ ഗവർണറുമായ അർണോൾഡ് ഷാർസെനെഗർ. ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ട തലവനാണെന്നും ഏറ്റവും നികൃഷ്ടനായ പ്രസിഡന്റായി ചരിത്രത്തിൽ ട്രംപ് തരം താഴ്ത്തപ്പെടുമെന്നും ഷ്വാർസെനെഗർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കും ബോളിവുഡ് താരം അനുഷ്ക ശർമ്മയ്ക്കും പെൺകുഞ്ഞ് പിറന്നു. ട്വിറ്ററിലൂടെയാണ് ഇരുവരും പെൺകുഞ്ഞിന്റെ അച്ഛനമ്മമാരായ വിവരം പുറത്തുവിട്ടത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഔദ്യോഗിക ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യയുടെ മുൻ താരം എസ് ശ്രീശാന്തിന് പ്രതീക്ഷാനിർഭരമായ തുടക്കം. സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റിൽ തിങ്കളാഴ്ച കേരളത്തിനു വേണ്ടി ഇറങ്ങിയ ശ്രീശാന്ത് തന്റെ 8ാമത്തെ പന്തിൽ വിക്കറ്റ് നേടി. പുതുച്ചേരിയുടെ ഫാബിദ് അഹമ്മദിനെ ക്ലീൻ ബൌൾ ചെയ്താണ് തന്റെ 2ാം വരവ് ശ്രീ ആഘോഷമാക്കിയത്. ISLൽ ഇന്നലെ നടന്ന കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ATK മോഹൻ ബഗാനെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് മുംബൈ സിറ്റി FC. 69ാം മിനിറ്റിൽ ബർത്തലോമ്യോ ഒഗ്ബെച്ചയാണ് മുംബൈയുടെ വിജയ ഗോൾ നേടിയത്. ജയത്തോടെ മുംബൈ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈക്ക് 25 പോയിന്റായി. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുള്ള ATK രണ്ടാമതും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.